ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം 6ാമത്തെ പാഠഭാഗം ജീവൻ്റെ കുഞ്ഞറകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാഠഭാഗം മുഴുവൻ അനലൈസ് ചെയ്തിട്ടുണ്ട്, ചോദ്യോത്തരങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എല്ലാ ആക്ടിവിറ്റീസുകളും പ്രവർത്തനങ്ങളും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. ജീവൻ്റെ കുഞ്ഞറകൾ. കളിവീടുണ്ടാക്കി കളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? എന്ത് രസമാണല്ലേ കളിവീട് നിർമ്മിക്കാൻ. കളിവീടുകൾ ഉണ്ടാക്കാനും കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാനും നമ്മുടെ ചുറ്റുപാടും കാണുന്ന പല വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കാറില്ലേ? നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന വിവിധതരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടില്ലേ? മതിൽ കെട്ടുന്നതും വീട് നിർമ്മിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ നമ്മൾ ആരും ഒരു കളിവീടൊന്നും നിർമ്മിക്കാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങൾ നിങ്ങൾ നോക്കൂ. ഇവിടെ പ്ലാസ്റ്റിക് കട്ടകൾ, ഇതുകൊണ്ട് കളിക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? പ്ലാസ്റ്റിക് കട്ടകൾ കൊണ്ട് എന്താണ് ബ്ലോക്സ് കൊണ്ടിട്ട് ഒരു വീട് ഉണ്ടാക്കുന്നത്. ഇവിടെ എന്താണ് ഇഷ്ടിക കൊണ്ട് ഒരു വീടോ അല്ലെങ്കിൽ ഒരു മതിലോ കെട്ടുകയാണ്. ഓക്കെ, ഈ രണ്ട് ചിത്രങ്ങളിലും നിങ്ങൾ എന്താണ് കാണുന്നത്? ഇതിലെന്താണ് നിങ്ങൾ കാണുന്നത്? ഒന്നാമത്തെ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ഒരു കുട്ടി ചെറിയ പ്ലാസ്റ്റിക് കളിപ്പാട്ട കട്ടകൾ അടുക്കി വെച്ച് കളിയിടം നിർമ്മിക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് പണിക്കാർ ചുടുകട്ടകൾ അടുക്കി വെച്ച് ഭിത്തിയോ കെട്ടിടമോ ഉണ്ടാക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ രണ്ട് ചിത്രങ്ങൾ അനലൈസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കട്ടകൾ ചേർത്ത് വെച്ചാണല്ലോ കളിവീടും കെട്ടിടവും ഒക്കെ നിർമ്മിക്കുന്നത്. ഇതുപോലെ ഏതെങ്കിലും അടിസ്ഥാന വസ്തു ഉപയോഗിച്ചാണോ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഈ ചെറിയ കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് വീട്, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട്, സ്കൂള്, എല്ലാ സ്ഥലവും ഇങ്ങനെ ചെറിയ കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ശരീരവും എന്തുകൊണ്ടാണ് നിർമ്മിച്ചതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചുടുകട്ടകൾ ചേർത്ത് കെട്ടിടം ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ ശരീരം രൂപപ്പെടുത്തിയിരിക്കുന്നത്, നമ്മുടേതല്ല, ജീവജാലങ്ങൾ എല്ലാ ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ഒക്കെ ശരീരം രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോശങ്ങൾ ചേർന്നിട്ടാണ്. ഇതിനെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കോശങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കോശങ്ങൾ ഇംഗ്ലീഷിൽ പറയും സെൽസ് എന്ന്. ഓക്കെ, കോശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളൊരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ അടിസ്ഥാന ഘടകം എന്താണ്? എന്തുകൊണ്ടാണ് അത് നിർമ്മിക്കുന്നത്? ചുടുകട്ടകൾ കൊണ്ട് അല്ലെങ്കിൽ കല്ലുകൾ കൊണ്ട്. അതേപോലെ നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ്, അതിന് പറയുന്ന പേരാണ് കോശങ്ങൾ. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം കോശമാണ്. മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ്. ചെറുതും വലുതുമായ അനേകം ജീവികൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ. അവയുടെ ശരീരവും നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. അപ്പോൾ എന്താണ് കോശങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് കോശങ്ങൾ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതാം? നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്ന് എഴുതാം. ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം കോശങ്ങളാണ് എന്ന് എഴുതാം. മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ്. വീട് പണിയാൻ ഉപയോഗിച്ച കട്ടയും കളിവീടുണ്ടാക്കാൻ കുട്ടി ഉപയോഗിച്ച വ്യത്യസ്ത നിറത്തിലുള്ള കട്ടകളും നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. അതിൻ്റെ സവിശേഷതകളും തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ കോശങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. എന്തായിരിക്കും കാരണം? മുൻ ക്ലാസ്സിലെ സ്റ്റൊമാറ്റോ നിങ്ങൾ നിരീക്ഷിച്ചത് ഓർമ്മയില്ലേ? ഏത് ഉപകരണം ഉപയോഗിച്ചാണ് അത് നിങ്ങൾ നിരീക്ഷിച്ചത്? എന്തുകൊണ്ടാണ് അത്തരം ഉപകരണം ഉപയോഗിക്കേണ്ടി വന്നത്? ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പ്ലാസ്റ്റിക് കട്ടകൾ, ഈ ചുടുകട്ടകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ കോശങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും കണ്ണുകൊണ്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, അത് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ നഗ്നനേത്രം കൊണ്ട് നമുക്കത് കാണാൻ കഴിയില്ല. കാരണം എന്താണ്? കോശങ്ങൾ എന്ന് പറയുന്നത് അതിസൂക്ഷ്മങ്ങളാണ്, വളരെയധികം സൂക്ഷ്മ കണികകളാണ്. അതുകൊണ്ട് നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയില്ല. അങ്ങനെ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ഉപകരണങ്ങളെ നമ്മൾ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമുണ്ട്. അതെന്താണ്? മൈക്രോസ്കോപ്പാണ്. അപ്പോൾ ഈ ഭാഗത്തിനുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ഏത് അടിസ്ഥാന വസ്തു ഉപയോഗിച്ചാണ്? എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ എന്ന അടിസ്ഥാന ഘടകങ്ങൾ ഉപയോഗിച്ചാണ്. കോശങ്ങൾ എന്നാൽ എന്താണ്? ഒരു ജീവശരീരം നിർമ്മിച്ചിട്ടുള്ള അടിസ്ഥാനപരമായ, രൂപപരമായ, ജീവിതധർമ്മപരമായ യൂണിറ്റുകളാണ് കോശങ്ങൾ. ജീവനുള്ള എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാന ഘടകം എന്താണ്? കോശമാണ്. കോശങ്ങളെ എന്തുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല? കോശങ്ങൾ അതിസൂക്ഷ്മങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് അവയെ നേരിട്ട് കാണാൻ സാധ്യമല്ല. കോശങ്ങളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ നിരീക്ഷിക്കാൻ നാം മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നു.
കോശങ്ങൾ അതിസൂക്ഷ്മങ്ങളാണ്. ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് അവ നിരീക്ഷിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് അവ നിരീക്ഷിക്കാൻ കഴിയുന്നത്? നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ നിരീക്ഷിക്കാൻ നാം ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? മൈക്രോസ്കോപ്പ്. ഓക്കെ, ഇനി മൈക്രോസ്കോപ്പിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിശദമാക്കാം. നമ്മുടെ സ്കൂൾ ലാബുകളിൽ നിങ്ങൾ മൈക്രോസ്കോപ്പ് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ? സ്കൂളിലെ ശാസ്ത്ര ലാബിൽ നിന്ന് മൈക്രോസ്കോപ്പ് എടുത്ത് ടീച്ചറുടെ സഹായത്തോടെ അതിൻ്റെ ഭാഗങ്ങൾ പരിശോധിക്കുക. ഏതൊക്കെ ഭാഗങ്ങൾ തിരിച്ചറിയാനാവുന്നുണ്ട്. തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ പുസ്തകത്തിൽ രേഖപ്പെടുത്തും. അപ്പോൾ നിങ്ങൾ ഇത് ശാസ്ത്ര പുസ്തകത്തിൽ വരയ്ക്കണം. എന്നിട്ട് ഇതൊക്കെ അടയാളപ്പെടുത്തണം. എന്തൊക്കെയാണുള്ളത്? ഐ പീസ് എന്നെഴുതാം. പിന്നെ ഉള്ളത് എന്താണ്? ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, പിന്നെ സ്റ്റേജ് ഉണ്ട്, പിന്നെ നോബുകളുണ്ട്, ക്ലിപ്പുകളുണ്ട്, കണ്ടൻസർ ഉണ്ട്, മിറർ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ എഴുതാം. എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ എഴുതണം. ഓക്കെ, അത് നമ്മൾ ശാസ്ത്ര പുസ്തകത്തിലേക്ക് നല്ല വൃത്തിയിൽ മൈക്രോസ്കോപ്പ് വരച്ച് നിങ്ങൾ അടയാളപ്പെടുത്തുക. ഓക്കെ, ഇനി കോശങ്ങൾ നിരീക്ഷിക്കാം. മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് മനുഷ്യ ശരീരത്തിലെ ചില കോശങ്ങൾ നിരീക്ഷിച്ചാലോ? കോശങ്ങൾ അനായാസം എടുക്കാൻ പറ്റുന്ന ശരീരഭാഗമാണ് കവിളിൻ്റെ ഉൾവശം. കവിളിലെ കോശങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി എന്തെല്ലാം സാമഗ്രികളാണ് കരുതേണ്ടത്? അപ്പം നമ്മൾ കവിളിലെ കോശങ്ങൾ ഉപയോഗിച്ച് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാണ്, ഒരു പരീക്ഷണം നടത്തുകയാണ്. അപ്പോൾ അതിന് വേണ്ട സാമഗ്രികൾ എന്താണ്? ടൂത്ത് പിക്ക്, സ്ലൈഡ്, മെത്തലീൻ ബ്ലൂ സ്റ്റെയിന്, കവർ ഗ്ലാസ്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഈ പരീക്ഷണം നടത്തുന്നത്? ശുദ്ധജലം ഉപയോഗിച്ച് വായ നന്നായി കഴുകുക. ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കവിളിൻ്റെ ഉൾവശം മൃദുവായി ചുരണ്ടുക. ടൂത്ത് പിക്കിൽ പറ്റിയിരിക്കുന്ന കവിളിലെ കോശങ്ങൾ സ്ലൈഡിൻ്റെ മധ്യഭാഗത്ത് വയ്ക്കുക. ഇതിലേക്ക് ഒരു തുള്ളി മെത്തലീൻ ബ്ലൂ സ്റ്റെയിൻ ഒഴിക്കുക. അതിനുശേഷം കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിക്കൂ. നിരീക്ഷിച്ച കോശങ്ങളെ വരയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ കവിളിലെ കോശങ്ങൾ നമ്മൾ നിരീക്ഷിക്കുക. അപ്പോൾ നിങ്ങൾ നിരീക്ഷിച്ച ആ കോശങ്ങൾ നിങ്ങൾ എഴുതുക. കവിളിലെ കോശങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചല്ലോ, അതിന് ഏതൊക്കെ ഭാഗങ്ങളുണ്ടെന്ന് ചിത്രത്തിൻ്റെ സഹായത്തോടെ മനസ്സിലാക്കൂ. ഇപ്പോൾ നിങ്ങൾ നിരീക്ഷിച്ചത് ജന്തുകോശമാണല്ലോ. സസ്യങ്ങളും ജീവനുള്ളവയല്ലേ? അവയും ഇതുപോലെ കോശങ്ങൾ കൊണ്ടാണോ നിർമ്മിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഊഹം എന്താണ്? അപ്പോൾ കവിളിലെ കോശങ്ങൾ നിങ്ങൾ കണ്ടു. ഇത് നിങ്ങൾ പുസ്തകത്തിൽ വരയ്ക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കോശദ്രവ്യമുണ്ട്, കോശസ്തരമുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. 3 ഭാഗങ്ങളാണല്ലോ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ കവിളിലെ കോശങ്ങൾ സ്ഥിരീകരിച്ച് അതിന് എന്തൊക്കെ ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളാണുള്ളത്: കോശസ്തരം, കോശദ്രവ്യം, ന്യൂക്ലിയസ്. ഓക്കെ, ഇനി നമ്മളെ നിരീക്ഷണ ഫലം നമുക്ക് എന്താ എഴുതാം? മൈക്രോസ്കോപ്പിലൂടെ കവിളിലെ കോശങ്ങൾ നിരീക്ഷിക്കുമ്പോൾ താഴെ കാണുന്ന ചിത്രം പോലെ കോശങ്ങളെ കാണാൻ കഴിയും. കവിളിലെ കോശങ്ങൾക്ക് കൃത്യമായ പുറംചട്ടയില്ല, അതായത് കോശബുദ്ധിയില്ല. പിന്നെ ഇവയുടെ ആകൃതിക്ക് വ്യത്യസ്തത കാണാം. ഇത് നമുക്ക് എഴുതാം, നമ്മളെ നിരീക്ഷണം നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇപ്പോൾ കവിളിലെ കോശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് അടുത്താണ്. അപ്പോൾ ജന്തു ശരീരത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ജന്തു ശരീരത്തിൽ എന്തൊക്കെയുണ്ട്? കോശദ്രവ്യമുണ്ട്, കോശസ്തരമുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഇനി നമുക്ക് സസ്യങ്ങളുടെ കോശത്തിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിയിലെ കോശങ്ങൾ നിരീക്ഷിക്കാം. ആവശ്യമായ സാമഗ്രികൾ: ഉള്ളി, ബ്ലേഡ്, ഫോസ്റ്റപ്പ്, നീഡിൽ, വാച്ച് ഗ്ലാസ്, സഫ്രാനി സ്റ്റെയിൻ, ഗ്ലിസറിൻ, ശുദ്ധജലം, കവർ ഗ്ലാസ്, ടിഷ്യൂ പേപ്പർ, സ്ലൈഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തു വയ്ക്കുക. എന്നിട്ട് വൃത്തിയാക്കിയ ഒരു ഉള്ളിയിൽ നിന്ന് ഫോസ്റ്റപ്സ് ഉപയോഗിച്ച് ഒരു നേരിയ പാളി വേർതിരിച്ചെടുക്കുക. ഇത് ചെറിയ കഷ്ണമായി മുറിച്ച് ഒരു വാച്ച് ഗ്ലാസ്സിൽ എടുത്ത് നേർപ്പിച്ച് സഫ്രാനി സ്റ്റെയിനിലേക്ക് ഇടുക. കുറച്ച് സമയത്തിന് ശേഷം സ്റ്റെയിൻ പിടിച്ച 2-3 കഷ്ണം എടുത്ത് വാച്ച് ഗ്ലാസ്സിൽ എടുത്ത് ശുദ്ധജലത്തിൽ ഇടുക. അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് സ്ലൈഡിലെ ഗ്ലിസറിനിൽ വയ്ക്കുക. നീഡിലിൻ്റെ സഹായത്തോടെ കവർ ഗ്ലാസ് കൊണ്ട് മൂടുക. അധികമുള്ള ഗ്ലിസറിൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചു മാറ്റുക. തയ്യാറാക്കിയ സ്ലൈഡ് മൈക്രോസ്കോപ്പിൽ വെച്ച് നിരീക്ഷിക്കൂ. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പോലെ കോശങ്ങൾ കാണാൻ സാധിക്കുന്നില്ലേ? നിങ്ങൾ നിരീക്ഷിച്ച കോശങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കൂ. കവിളിലെ കോശങ്ങളും ഉള്ളിയിലെ കോശങ്ങളും തമ്മിൽ സാമ്യം കാണുന്നില്ലേ? സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശരീരത്തിൻ്റെ അടിസ്ഥാന ഘടകം കോശമാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഉള്ളിയുടെ കോശങ്ങൾ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ നമുക്ക് ഇങ്ങനെയൊരു ആകൃതിയാണ് കിട്ടുക. അപ്പം അത് നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ 2 തരം കോശങ്ങളിലും പൊതുവായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പം ജന്തു ശരീരത്തിൻ്റെയും സസ്യ ശരീരത്തിൻ്റെയും നമ്മൾ നോക്കി. രണ്ടിലും നമ്മൾ കാണുന്ന എന്താണ്? മർമ്മമുണ്ട്, കോശദ്രവ്യം ഉണ്ട്, കോശസ്തരമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? 2 തരം കോശങ്ങളിലും മർമ്മം, കോശദ്രവ്യം, കോശസ്തരം തുടങ്ങിയ അടിസ്ഥാനപരമായ ഭാഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവയ്ക്ക് പരസ്പരം സാമ്യം തോന്നുന്നത്.
എന്നാൽ കോശഭിത്തിയുടെ സാന്നിധ്യം അവയെ വ്യത്യസ്തമാക്കുന്നു. ഇനി അടുത്ത നമുക്ക് റോബർട്ട് ഹൂക്കിനെ പഠിക്കാം. ആരാണ് റോബർട്ട് ഹൂക്ക്? ഈ കോശം കണ്ടെത്തിയ ആളെ പേരാണ് ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹൂക്ക്. അദ്ദേഹം കണ്ടെത്തിയത് 1665 റോബർട്ട് ഹൂക്ക് ആദ്യമായി കോശങ്ങൾ കണ്ടെത്തിയത്. നിരീക്ഷണം: അദ്ദേഹം സ്വന്തമായി നിർമ്മിച്ച മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് വൃക്ഷങ്ങളുടെ കാർക്ക് മരത്തൊലി നിരീക്ഷിച്ചു. പേര് നൽകിയത് കാർക്കിലെ ചെറിയ അറകൾക്ക് അദ്ദേഹം സെൽ എന്ന പേര് നൽകി. ഈ അറകൾ അദ്ദേഹം നിരീക്ഷിച്ചത് തേനീച്ച കൂടുകളിലെ ചെറിയ അറകൾക്ക് സമാനമായിരുന്നു. ഇനി അടുത്തത് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ സസ്യകോശവും അതേപോലെ തന്നെ ജന്തുകോശവും നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി അല്ലേ. അപ്പം നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? എല്ലാ ജന്തു ശരീരവും സസ്യ ശരീരവും ഒക്കെ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന നിഗമനത്തിൽ നമുക്ക് എത്താം. ഇനി അടുത്തത് ഒരു തുള്ളി ജലം നമുക്ക് നോക്കാം. ഒരു തുള്ളി ജലത്തിലെ അത്ഭുത ലോകം. ഒരു തുള്ളി ജലം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാലും, ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് നമ്മൾ നിരീക്ഷിക്കുകയാണ്. ആവശ്യമായ സാമഗ്രി ഇതാണ്: മൈക്രോസ്കോപ്പ്, കവർ ഗ്ലാസ്, വൈക്കോലിട്ട് തിളപ്പിച്ചാറിയ വെള്ളം, പാടത്ത് നിന്നോ കുളത്തിൽ നിന്നോ ശേഖരിച്ച വെള്ളം, സ്പൂണ്. വൈക്കോലിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിലേക്ക് പാടത്ത് നിന്നോ കുളത്തിൽ നിന്നോ ശേഖരിച്ച കുറച്ച് വെള്ളം ഒഴിക്കുക. 4-5 ദിവസങ്ങൾക്ക് ശേഷം ഇതിൽ നിന്ന് ഒരു തുള്ളി ജലം സ്ലൈഡിൽ എടുക്കുക. കവർ ഗ്ലാസ് വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കൂ. ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഏതെങ്കിലും സൂക്ഷ്മജീവികളെ കാണുന്നുണ്ടോ? സൂക്ഷ്മജീവികളാണെങ്കിലും ഇവയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് കോശം കൊണ്ടാണ്. ഇവയിൽ എത്ര കോശങ്ങൾ കാണും? അപ്പം നമ്മൾ അങ്ങനെ നിരീക്ഷിച്ചാൽ നമ്മൾ കുറച്ച് അതായത് ജലത്തിലാണ് നമ്മൾ ഈ പരീക്ഷണം നടത്തുന്നത്. അപ്പം ജലത്തിൽ നമ്മൾ പരീക്ഷണം നടത്തിയ മൈക്രോസ്കോപ്പിലൂടെ ഇങ്ങനെ നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് ചില സൂക്ഷ്മാണുക്കളെ കാണാൻ കഴിയും. അതിൻ്റെ പേരാണ്, ഈ സൂക്ഷ്മാണുക്കളുടെ പേരാണ് ഓർത്ത് വെക്കുക: പാരമീസിയം, യൂഗ്ലിന, അമീബ തുടങ്ങിയ പോലുള്ള സൂക്ഷ്മാണുക്കളെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. അപ്പോൾ കാണുന്ന സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ്? നിങ്ങൾ സ്ലൈഡിലൂടെ നിരീക്ഷിക്കുമ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെ അതിസൂക്ഷ്മമായ ജീവികളെ കാണാൻ സാധ്യതയുണ്ട്. ഇവയെ സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത്. ഇതാണ് അമീബ, ഇത് യൂഗ്ലീനാണ്, ഇത് പാരമീസിയമാണ്. ഈ ജീവികളിൽ എത്ര കോശങ്ങൾ കാണും? ഇതിൽ എത്ര കോശങ്ങൾ കാണും? നിങ്ങൾ നിരീക്ഷിക്കുന്ന സൂക്ഷ്മജീവികളുടെ ഭൂരിഭാഗവും ഒരു കോശം കൊണ്ട് നിർമ്മിച്ചതായിരിക്കും. ഇതിനെയാണ് നമ്മൾ ഏകകോശ ജീവികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏകകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. കോശങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ട് നമുക്ക് അവയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്. നിങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച ജീവികൾ ഏകകോശ ജീവികളാണ്. അവയുടെ പേരുകൾ ചിത്രം നിരീക്ഷിച്ച് എഴുതുക. അപ്പോൾ ഏതൊക്കെയാണ്? അമീബ, പാരമീസിയം, യൂഗ്ലീന. അതാണ് നമ്മൾ കണ്ടെത്തിയ ഏകകോശ ജീവികളുടെ പേര്. അത് മറക്കാതെ ഓർമ്മിച്ച് വെക്കുക. നമ്മുടെ ചോദ്യപേപ്പറിലൊക്കെ നിങ്ങൾക്ക് കാണാം ഏകകോശ ജീവികൾ പെടുന്നവ ഏത്, പെടാത്തത് ഏത്, കുറേ ഓപ്ഷൻ തന്നിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അമീബ, പാരമീസിയം, യൂഗ്ലീന. ഓക്കെ, ഇത്രയാണ് ഏകകോശ ജീവികൾ. ഇനി നമുക്ക് അതേപോലെ തന്നെ ബഹുകോശ ജീവികളുണ്ട്. എന്താ ഏകകോശ ജീവികൾ എന്ന് പറയുന്നത്? അതിലൊരൊറ്റ കോശമുള്ളത്. ഇനി ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളുമുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയും? ബഹുകോശ ജീവികൾ എന്ന് പറയും. അപ്പോൾ അതിന് ഉദാഹരണമാണ് നാടവിര, കുളയട്ട, പാറ്റ, നക്ഷത്ര മത്സ്യം, തവള, പരുന്ത്, ഓന്ത്, ആന. ഇവയെ കാണാൻ മൈക്രോസ്കോപ്പിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം എന്തായിരിക്കും? മനുഷ്യ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. ചിത്രത്തിൽ കാണുന്ന ജീവികളുടെ ശരീരത്തിലും അനേകം കോശങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെയൊന്നും കാണാൻ മൈക്രോസ്കോപ്പ് ഒന്നും വേണ്ട. കാരണം എന്താണ്? ഇതിൽ ഒരുപാട് കോശങ്ങളുണ്ട്, കോടിക്കണക്കിന് കോശങ്ങളാണുള്ളത്. പക്ഷെ അമീബയും പാരമീസിയും യൂഗ്ലീനെയും നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. കാരണം ഇതിലൊരൊറ്റ കോശമുള്ളത്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഏകകോശ ജീവിയും ബഹുകോശ ജീവിയും തമ്മിലുള്ള വ്യത്യാസം. ബഹുകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികം കോശങ്ങൾ കൊണ്ട് ശരീരം നിർമ്മിക്കപ്പെട്ട ജീവികളാണ് ബഹുകോശ ജീവികൾ. ധാരാളം കോശങ്ങളുള്ള ബഹുകോശ ജീവികളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. ഇനി ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും തമ്മിൽ സാമ്യങ്ങളുണ്ടോ നമുക്ക് പരിശോധിക്കാം. ബഹുകോശ ജീവികളിൽ നടത്തുന്ന ജീവൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യൂ. അപ്പം ബഹുകോശ ജീവികൾ, അതായത് നമ്മൾ കാണുന്ന സാധാരണ ജീവികൾ എന്തൊക്കെയുണ്ട്? അവയിൽ ചലനം നടക്കുന്നുണ്ട്, പിന്നെ ആഹാരം സ്വീകരിക്കുന്നുണ്ട്, പോഷണമുണ്ട്, ശ്വസനമുണ്ട്, വളർച്ചയുണ്ട്, പ്രതികരണമുണ്ട്, വിസർജനം, പ്രത്യുൽപാദനം, ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ബഹുകോശ ജീവികളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്?
ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യമാണ്, ബഹുകോശ ജീവികളിലും ഏകകോശ ജീവികളിലും എന്താണ് ഇത്തരം ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? അപ്പോൾ എന്താണ് നടക്കുന്നുണ്ട്. ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളിലതുപോലെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ? ജീവൽ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവൻ നിലനിർത്താനുള്ള പ്രവർത്തനം. ചലനം, ആഹാരം സ്വീകരിക്കുക, ശ്വസനം, ദഹനം, വിസർജനം, പ്രത്യുൽപാദനം തുടങ്ങിയൊക്കെ നടക്കുന്നുണ്ടോ? ഉണ്ട്. ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളിലും എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഒരു കോശം മാത്രമുള്ള ജീവികളിലും ബഹുകോശ ജീവികളിൽ നടക്കുന്നത് പോലെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഈ ഏകകോശ ജീവികളുടെയും ബഹുകോശ ജീവികളുടെയും പിന്നെ കാര്യങ്ങൾ എഴുതി നോക്കാം. ഏകകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോശം മാത്രമുള്ളതാണ്. ബഹുകോശ ജീവികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ കോശങ്ങളാൽ നിർമ്മിതമാണ്. പിന്നെന്താണ്? എല്ലാ ധർമ്മങ്ങളും ഒരു കോശം നിർവഹിക്കുന്നു. ഏകകോശ ജീവികളിലെ എല്ലാ ധർമ്മങ്ങളും ആരാ നിർമ്മിക്കുന്നത്? ഒരു കോശം ആണ് നിർവഹിക്കുന്നത്. എന്നാൽ ധർമ്മങ്ങൾ നിർവഹിക്കാൻ വിവിധ കോശങ്ങളും കോശ സമൂഹങ്ങളും ഉണ്ട്. ബഹുകോശ ജീവികളിലെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ ഒരുപാട് കോശങ്ങളും കോശ സമൂഹങ്ങളും ഉണ്ട്. പിന്നെ നമുക്കൊന്ന് എഴുതാം, നഗ്ന നേത്രം കൊണ്ട് ഏകകോശ ജീവികളെ കാണാൻ കഴിയില്ല. ബഹുകോശ ജീവികളിൽ എന്താണ്? നഗ്ന നേത്രം കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇതിന് ഉദാഹരണം അമീബ, പാരമീസിയം, ഈസ്റ്റ്. പിന്നെ ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമായിട്ട് മനുഷ്യൻ, മരം, പശു എന്നൊക്കെ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. കോശത്തിനുള്ളിലേക്ക്, ഇപ്പം നമ്മൾ കോശം എന്താണെന്ന് പഠിച്ചു. എത്ര തരം കോശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും നമ്മൾ പറഞ്ഞു. ഈ കോശത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഏകകോശ ജീവികളുടെയും ബഹുകോശ ജീവികളുടെയും കോശങ്ങൾ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് തിരിച്ചറിഞ്ഞല്ലോ. കോശങ്ങളുടെ ഉൾഭാഗം എങ്ങനെയായിരിക്കും? രണ്ടും ഒരുപോലെ ആയിരിക്കുമോ? കോശങ്ങൾക്കുള്ളിൽ ഓരോ ധർമ്മം നിർവഹിക്കാനും പ്രത്യേകം അംഗങ്ങളുണ്ട്. ഇവയെ കോശാംഗങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ കോശത്തിനുള്ളിൽ ഓരോ പ്രവർത്തനം, പല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഓരോ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ഓരോ അംഗങ്ങളുണ്ട്. ഇതിനെ എന്താ പറയുക? കോശാംഗങ്ങൾ എന്ന് പറയുന്നു. ഒരു കോശം ഒരു ക്ലാസ് മുറി പോലെയാണ്. ഒരു ക്ലാസ് മുറിക്കുള്ളിൽ എന്തൊക്കെയുണ്ട്? അതിരുകളായി ഭിത്തികളില്ലേ? മറ്റെന്തെല്ലാം ഉണ്ട്? ഇപ്പോൾ ഒരു കോശം നമ്മളിപ്പോൾ സങ്കല്പിക്കുക, ഒരു ക്ലാസ് മുറി. ക്ലാസ് മുറിയിൽ എന്തുണ്ട്? 4 പാട് ചുവരുകളുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബോർഡ്, ബെഞ്ച്, ഡെസ്ക്, ഫാന്, ലൈറ്റ്, ഇവയൊക്കെ എന്താണ്? ഓരോന്നിനും ഓരോ ഉപയോഗങ്ങളുണ്ട്. ഇവയെല്ലാം ഉപയോഗങ്ങൾ ഒന്നാണോ? അല്ല. ഓരോന്നിനും വ്യത്യസ്തമായ ഉപയോഗങ്ങളല്ലേ ഉള്ളത്. കോശങ്ങൾക്കുള്ളിൽ കാണപ്പെടുന്ന കോശാംഗങ്ങളും വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ കോശത്തിൻ്റെ ഉള്ളിൽ കാണുന്ന കോശാംഗങ്ങളും വ്യത്യസ്തമാണ്. അവയുടെ ധർമ്മങ്ങളും വ്യത്യസ്തമാണ്. കോശാംഗങ്ങളെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ഇവിടെ ഏകകോശ ജീവിയും ബഹുകോശ ജീവിയും കോശങ്ങളാണ്. ഓക്കെ, എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പം കോശത്തിൻ്റെ ഏകകോശ ജീവിയിലെയും ബഹുകോശ ജീവികളിലെയും എന്താണ് വ്യത്യാസം? അപ്പം എന്താണ് കോശാംഗങ്ങൾ എന്ന് ചോദിച്ചാൽ, കോശങ്ങൾക്കുള്ളിൽ ഓരോ ധർമ്മം നിർവഹിക്കാനും പ്രത്യേക അംഗങ്ങളുണ്ട്. ഇവയെ കോശാംഗങ്ങൾ എന്ന് പറയുന്നു. കോശങ്ങൾക്കുള്ളിൽ കാണപ്പെടുന്ന കോശാംഗങ്ങളും വ്യത്യസ്തമാണ്. ഇവയുടെ ധർമ്മവും വ്യത്യസ്തമാണ്. അപ്പോൾ കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. കോശസ്തരം കോശത്തിനെ ആവരണം ചെയ്യുന്നു. കോശദ്രവ്യം ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്ത് നിലനിർത്തുന്നു. ന്യൂക്ലിയസ് കോശത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഫേനം ജനം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കുന്നു. റൈബോസോം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായി വർത്തിക്കുന്നു. മൈറ്റോകോൺട്രിയ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ കോശത്തിനുള്ളിൽ കോശങ്ങളും അവയുടെ ധർമ്മങ്ങളും നിങ്ങൾ കണ്ടല്ലോ. ന്യൂക്ലിയസ് ഉണ്ട്, കോശദ്രവ്യമുണ്ട്, കോശസ്തരമുണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, അതേപോലെ റൈബോസോം, ഫേനം തുടങ്ങിയവ ഉണ്ട്. ഓരോന്നിനും ഓരോന്നിൻ്റെതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. പട്ടിക വിശകലനം ചെയ്ത് നൽകിയിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ കോശഭാഗങ്ങളുടെയും ധർമ്മം ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തും. കോശസ്തരത്തിൻ്റെ ധർമ്മം എന്താണ്? എന്താണ് കോശസ്തരത്തിൻ്റെ ധർമ്മം? കോശത്തിനെ ആവരണം ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. കോശത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭാഗം എന്താണ്? ന്യൂക്ലിയസ് ആണ്. കോശത്തിലെ ഊർജ്ജനിലയമായി പ്രവർത്തിക്കുന്നത് ആരാണ്? ഊർജ്ജനിലയമായി പ്രവർത്തിക്കുന്ന കോശാംഗത്തിൻ്റെ പേരാണ് മൈറ്റോകോൺട്രിയ. കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായി പ്രവർത്തിക്കുന്ന കോശാംഗം ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി ഫേനത്തിൻ്റെയും റൈബോസോമിൻ്റെയും ധർമ്മത്തിലുള്ള വ്യത്യാസം എന്ത്? ഫേനത്തിൻ്റെ ധർമ്മം ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുക എന്നതാണ്. പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് റൈബോസോമിൻ്റെ ധർമ്മം.
ഓക്കെ, ഇനി അടുത്തത് സസ്യകോശം. സസ്യകോശത്തിനെ നോക്കൂ. ജന്തുകോശത്തിൽ നിങ്ങൾ കണ്ടെത്തിയ എല്ലാ ഭാഗങ്ങളും സസ്യകോശത്തിൽ കാണുന്നുണ്ടോ? സസ്യകോശത്തിന്റെ ഭാഗങ്ങൾ ചിത്രം നിരീക്ഷിച്ച് മനസ്സിലാക്കുക. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ജന്തുകോശം നമ്മൾ നേരത്തെ പറഞ്ഞു. സസ്യകോശത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? സസ്യകോശത്തിൻ്റെ രണ്ട് സാധനം ഇല്ല അല്ലേ? ഒന്നാമത്തേത് കോശഭിത്തിയും ഇല്ല, രണ്ടാമത്തേത് ക്ലോറോപ്ലാസ്റ്റും ഇല്ല. ബാക്കി ന്യൂക്ലിയസ്, മൈറ്റോകോൺഡ്രിയ, റൈബോസോം, അതേപോലെ തന്നെ കോശസ്തരം, പ്ലാസ്റ്റിക് റെറ്റിക്കുലം, ഫാനം, കോശദ്രവ്യം, ഇതൊക്കെ എന്തിലുണ്ട്? ജന്തുകോശത്തിലുണ്ട്. പക്ഷെ കോശഭിത്തിയും ഇല്ല, അതേപോലെ ക്ലോറോപ്ലാസ്റ്റും ഇല്ല. ഓക്കെ, അപ്പോൾ കോശഭിത്തിയും ഇല്ല, ക്ലോറോപ്ലാസ്റ്റും ഇല്ല. സസ്യകോശം ജന്തുകോശത്തിൽ നിന്ന് എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ട് സാധനങ്ങളാണ് സസ്യകോശത്തിൽ കൂടുതലുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് കോശഭിത്തി. കോശഭിത്തി എന്തിനാണ്? ഒരു ഭിത്തി പോലെ അല്ലേ? കോശസ്തരത്തിന് പുറമേയുള്ള ദൃഢമായ ആവരണം കോശത്തിന് ഉറപ്പും സംരക്ഷണവും നൽകുന്നു. ഇനി ഹരിതകം. ഹരിതകത്തിന്റെ പേരാണ് ക്ലോറോപ്ലാസ്റ്റ് അല്ലേ? ഹരിതകം എന്തിനാ ഉപയോഗിക്കുന്നത്? പ്രകാശ സംശ്ലേഷണം വഴി ആഹാരം നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന കോശാംഗമാണ്. സസ്യങ്ങളെ പച്ച നിറത്തിൽ കാണുന്നതിന് കാരണം എന്താണ്? ഹരിതകമാണ്. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഫാനം വലുതാണ്. ഫാനം രണ്ടിലും ഉണ്ട്, സസ്യകോശത്തിലും ഉണ്ട്, അതേപോലെ ജന്തുകോശത്തിലും ഉണ്ട്. പക്ഷെ സസ്യകോശത്തിൽ വലിപ്പം കൂടിയ ഫാനമാണ് ഉള്ളത്. ഓക്കെ ഓക്കെ ജന്തുകോശത്തിൽ നിന്ന് വ്യത്യസ്തമായി സസ്യകോശത്തിൽ കാണുന്ന ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് കോശഭിത്തി, കോശത്തെ സംരക്ഷിക്കുന്നു. രണ്ടാമത്തേത് ക്ലോറോപ്ലാസ്റ്റിക്, പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. ഇനി ജന്തുകോശം, സസ്യകോശം എന്നിവയുടെ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. കോശത്തിനുള്ളിലെ പ്രധാനപ്പെട്ട കോശാംഗമാണ് ന്യൂക്ലിയസ്. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന ഫേനം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് തുടങ്ങിയവ കോശാംഗങ്ങളാണ്. ഇത് നിങ്ങൾ ഓരോന്നിൻ്റെയും ധർമ്മം എന്തായാലും പഠിച്ചു വെക്കണം. ഇനി ഒരു ചാർട്ടിൽ സസ്യകോശത്തിൻ്റെയും ജന്തുകോശത്തെയും ചിത്രങ്ങൾ വരച്ച് അടയാളപ്പെടുത്തൂ. നിങ്ങൾ ചിത്രീകരിച്ച് ജന്തുകോശത്തിൻ്റെയും സസ്യകോശത്തിൻ്റെയും സാമ്യ വ്യത്യാസങ്ങൾ ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തൂ. അപ്പോൾ സാമ്യവും വ്യത്യാസവും നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്. സസ്യകോശം ജന്തുകോശം തമ്മിലുള്ള സാമ്യം എന്താണ്? നമുക്ക് എന്തെഴുതാം? കോശഭിത്തി സസ്യകോശത്തിലുണ്ട്, ഹരിതകമുണ്ട്, ഫാനം വലിപ്പം കൂടിയ ഒരു ഫാനം സാധാരണയായി കാണപ്പെടുന്നു, സെൻട്രോസോം ഇല്ല, ആകൃതി കോശഭിത്തി ഉള്ളതിനാൽ നിശ്ചിതവും വ്യക്തവുമായ രൂപം. എന്നാൽ ജന്തുകോശത്തെ പറ്റി നമുക്ക് എന്ത് പറയാം? കോശഭിത്തി ഇല്ല, ഹരിതകം ഇല്ല, ഫാനം വളരെ ചെറുതോ ഇല്ലാത്തതോ ആയ ഫാനം, സെൻട്രോസോം ഇല്ല, സെൻട്രോസോം ഉണ്ട്, ആകൃതി കോശഭിത്തി ഇല്ലാത്തതിനാൽ കൃത്രിമമായ ആകൃതി ഇല്ല. ഇപ്പം ജന്തുകോശത്തിന് കൃത്യമായ ആകൃതി ഇല്ല, എന്നാൽ സസ്യകോശത്തിന് കൃത്യമായ ആകൃതി ഉണ്ട്. എന്തുകൊണ്ടാണ്? കോശഭിത്തി ഉണ്ട്. പിന്നെ വേറെ ഒന്നും നമുക്ക് പറയാനുള്ളത് എന്താണ്? ഹരിതകം സസ്യകോശത്തിലുണ്ട്, ജന്തുകോശത്തിൽ ഹരിതകം ഇല്ല. ഓക്കെ, കോശമാതൃക നിർമ്മിക്കാം. ഇത് നമ്മൾ ചാർട്ട് പേപ്പർ ഉപയോഗിച്ചിട്ട് മാതൃക നിർമ്മിക്കാനാണ്. ചെറുതും വലുതും. നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടായ ശരീര വലുപ്പമാണോ നിങ്ങൾക്കുള്ളത്? നിങ്ങൾ വളർന്നപ്പോൾ നമ്മുടെ കോശങ്ങളും വളർന്നു വലുതായോ? അതുകൊണ്ടാണോ നിങ്ങൾ വളർന്നത്? അതൊരു ചോദ്യമാണ്. എന്താണ്? നമ്മൾ വലുതുന്നനുസരിച്ചിട്ടാണോ കോശങ്ങൾ കൂടാണോ? എന്താണ്? കോശത്തിന്റെ വലിപ്പം കൂടാണോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ചെറിയ കെട്ടിടങ്ങൾക്ക് ചെറിയ കട്ടയും വലിയ കെട്ടിടങ്ങൾക്ക് വലിയ കട്ടയുമാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ചെറിയ ഭിത്തിക്ക് ചെറിയ കട്ടയും വലിയ ഭിത്തിക്ക് വലിയ കട്ടയാണോ ഉപയോഗിക്കുന്നത്? അല്ല, എല്ലാത്തിനും ഒരേ വലിപ്പമുള്ള ഇഷ്ടികയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരേ വലിപ്പമുള്ള കട്ടകളല്ലേ ഉപയോഗിക്കുന്നത്. ചെറിയ വീടുണ്ടാക്കാൻ കട്ടകളുടെ എണ്ണത്തിലല്ലേ കുറവ് വരുന്നത്? വലിയ വീടുകൾ ഉണ്ടാക്കാൻ കൂടുതൽ കട്ടകൾ ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ വലിപ്പം കൂടുന്നത് കൊണ്ടല്ല, മറിച്ച് അവയുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് നമ്മൾ വളരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താണ്? നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ വലിപ്പം കൂടുന്നത് കൊണ്ടല്ല, മറിച്ച് അവയുടെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് നമ്മൾ വളരുന്നത്. അപ്പം ജീവികൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസത്തിന് കാരണം എന്താണ്? കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, ശരീരം നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ കൊണ്ടാണല്ലോ. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ തരം കോശമായിരിക്കുമോ കാണുന്നത്? നമുക്ക് നോക്കാം. ചെറിയ കെട്ടിടത്തിനും വലിയ കെട്ടിടത്തിനും ഒരേ വലിപ്പമുള്ള കട്ടുകളാണ് ഉപയോഗിക്കുന്നത്.
അതെ, സാധാരണയായി കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഒരേ വലിപ്പമുള്ള ചുടുകട്ടകളെയാണ് ഉപയോഗിക്കുന്നത്. ജീവികൾ വളരുന്നതിന് കാരണം കോശങ്ങളുടെ വലിപ്പം കൂടുന്നതോ അതോ എണ്ണം കൂടുന്നതോ? ജീവികൾ വളരുന്നതിന് കാരണം കോശങ്ങളുടെ വലിപ്പം കൂടുന്നതല്ല, മറിച്ച് കോശങ്ങളുടെ എണ്ണം കൂടുന്നതാണ്. ജീവികളുടെ വലിപ്പ വ്യത്യാസത്തിന് കാരണം എന്താണ്? ജീവികൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസത്തിന് കാരണം കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ്. വലിയ ജീവികൾക്ക് കൂടുതൽ കോശങ്ങൾ ഉണ്ടാകും. ഇനി കോശങ്ങളിലെ വൈവിധ്യം. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ തരം കോശങ്ങളാണോ കാണപ്പെടുന്നത്? അല്ല, ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഇനം കോശങ്ങളല്ല കാണപ്പെടുന്നത്. വ്യത്യസ്ത തരം കോശങ്ങളുടെ ധർമ്മങ്ങൾ ഒരുപോലെയാണോ? അല്ല, വ്യത്യസ്ത തരം കോശങ്ങളുടെ ധർമ്മങ്ങൾ ഒരുപോലെയല്ല, അവയുടെ ആകൃതിയും വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കൂ, കുട്ടിയുടെ സംശയം ന്യായമല്ലേ? കണ്ണും കാലും കൈയുമെല്ലാം ശരീരഭാഗങ്ങളാണല്ലോ. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഇനം കോശങ്ങളാണോ? അല്ല. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് രക്തകോശമാണ്, ഇത് നാഡീകോശമാണ്, ഇത് പേശീകോശങ്ങളാണ് അല്ലേ. അപ്പോൾ മനുഷ്യ ശരീരം വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ, പേശീകോശങ്ങൾ എന്നിങ്ങനെ 200ഓളം വ്യത്യസ്ത ഇനം കോശങ്ങളുണ്ട്. ഇവയുടെ എല്ലാം ധർമ്മങ്ങൾ ഒരുപോലെയല്ല, ആകൃതിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മുടെ ശരീരത്തിന് പല ഭാഗങ്ങളും ഉണ്ട്. അപ്പം പല വിധത്തിലുള്ള കോശങ്ങളും ഉണ്ട്. രക്തകോശങ്ങളുണ്ട്, നാഡീകോശങ്ങളുണ്ട്, പേശീകോശങ്ങളുണ്ട്. അങ്ങനെ 200-ലധികം കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ അവ ഓരോന്നിനും വ്യത്യസ്തമായ ധർമ്മങ്ങളുമാണ്. കോശങ്ങളുടെ കൂട്ടായ്മ. സമാനമുള്ള ആകൃതിയുള്ളതും ഒരേ ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ കൂട്ടത്തെ കലകൾ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാടുള്ള കോശങ്ങൾ ഒന്നിച്ചു കൂടുന്നതിന്, ഒരേ ധർമ്മം നിർവഹിക്കുന്ന കോശങ്ങൾ ഒന്നിച്ചുണ്ടാകുന്നതിന് അതിനെ നമ്മൾ എന്ത് പറയുന്നു? കലകൾ എന്ന് പറയുന്നു. അപ്പോൾ കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ. സമാനമായ ആകൃതിയുള്ളതും ഒരേ ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ കലകൾ എന്ന് പറയുന്നത്. അപ്പം കോശങ്ങളുടെ കൂട്ടം എന്താണ്? ഒരുപാട് കോശങ്ങൾ കൂടിച്ചേർന്ന കലകൾ. ഇനി കലകൾ എത്ര തരമുണ്ട്? കലകൾ പലതരമുണ്ട്. ജന്തുക്കളുടെ ശരീരം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭാഗമാണല്ലോ ത്വക്ക്. ഇത് കോശങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഇതാണ് ആവരണ കലകൾ. അപ്പോൾ നമുക്ക് ഒരു കലയെ പരിചയപ്പെടാം. ആവരണ കലകൾ. ആവരണ കലകൾ എവിടെയാണ്? ത്വക്കിന്റെ ഭാഗത്തുള്ളതാണ് ആവരണ കലകൾ. നാഡീകോശങ്ങൾ കൂടിച്ചേർന്നതാണ് നാഡീകലകൾ. അതാണ് നാഡീകലകൾ. പേശീകോശങ്ങൾ കൂടിച്ചേർന്നതാണ് പേശീകലകൾ. അപ്പോൾ മനസ്സിലായല്ലോ, കോശങ്ങളുടെ കൂടിച്ചേരലാണ്, കൂട്ടമാണ് കലകൾ. പേശീഭാഗത്തുള്ള കോശങ്ങളെല്ലാം കൂടിച്ചേർന്ന് പേശീകലകൾ, നാഡീഭാഗത്തുള്ളത് നാഡീകോശങ്ങൾ കൂടിച്ചേർന്ന് നാഡീകലകൾ, ആവരണ കലകൾ. സസ്യങ്ങളിലും ഇത്തരത്തിലുള്ള വിവിധ തരം കലകൾ കാണപ്പെടുന്നു. കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ. അനേകം കലകൾ ഒന്നിച്ചു ചേർന്നാലോ? അപ്പോൾ നമ്മളിപ്പം പറഞ്ഞു, ഒരുപാട് കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് കലകൾ ചേർന്നാൽ ഉണ്ടാകുന്ന ഒരുപാട് കലകൾ ചേർന്നാൽ വിവിധ അവയവങ്ങൾ ഉണ്ടാകുന്നു. ഉദാഹരണം കരൾ, ഹൃദയം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരുപാട് കോശങ്ങൾ ചേർന്ന കലകൾ ഉണ്ടാകുന്നു, കലകൾ ചേർന്ന് അവയവങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ. അപ്പോൾ അവയവ വ്യവസ്ഥ ഇവിടെ നോക്കൂ. നമ്മുടെ ചിത്രം നിരീക്ഷിക്കുക. നോക്കൂ, ഇവിടെ ശ്വാസകോശമുണ്ട്. അപ്പം പിന്നെ നമുക്ക് അടുത്ത നാസാരന്ധ്രം എഴുതാം, ശ്വാസനാളം എഴുതാം അല്ലേ. എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്? നാസാരന്ധ്രം, ശ്വാസനാളം, ശ്വാസകോശം. ഇത് ശ്വസന വ്യവസ്ഥയാണ്, ഒരു അവയവ വ്യവസ്ഥയാണ് അല്ലേ. ഇത് തന്നെ ഈ ശ്വസന വ്യവസ്ഥയിൽ തന്നെ നമ്മൾ 3 കാര്യങ്ങളാണ് കാണപ്പെടുന്നത്. അവയവങ്ങളാണ് ശ്വാസകോശം, നാസാരന്ധ്രം, അതേപോലെ തന്നെ ശ്വാസനാളം. അപ്പോൾ ചോദ്യോത്തരങ്ങളാണ്. സമാനമായ ആകൃതിയുള്ളതും ഒരേ ധർമ്മം നിർവഹിക്കുന്നതുമായ കോശങ്ങളുടെ കൂട്ടത്തെയാണ് കലകൾ എന്ന് പറയുന്നത്. അപ്പം ജന്തുക്കളിൽ കാണുന്ന കലകൾ എന്ന് പറഞ്ഞാൽ ആവരണ കലകൾ. ശരീരം പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ത്വക്ക് പോലെയുള്ള ഭാഗങ്ങൾ കോശങ്ങളുടെ കൂട്ടായ്മയാണ്. നാഡീകലകൾ എന്ന് പറഞ്ഞാൽ നാഡീകോശങ്ങൾ കൂടിച്ചേരുന്നത്. പേശീകലകൾ എന്ന് പറഞ്ഞാൽ പേശീകോശങ്ങൾ കൂടിച്ചേരുന്നത്. കൂടാതെ ഒരു സംയോജക കലകളും. രക്തം ഒരു സംയോജക കലയാണ്. ഈ സസ്യങ്ങളിലും കലകൾ കാണപ്പെടുന്നുണ്ടോ? അതേ, ജന്തുക്കളെ പോലെ സസ്യങ്ങളിലും വിവിധ തരം കലകൾ കാണപ്പെടുന്നു. ഉദാഹരണത്തിന് സസ്യഭാഗങ്ങളിലേക്ക് ജലവും ആഹാരവും എത്തിക്കുന്നതാണ് സംവഹന കലകൾ. അവയവങ്ങൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അനേക കലകൾ ചേർന്നാണ് വിവിധ അവയവങ്ങൾ രൂപപ്പെടുന്നത്. കലകൾ ചേർന്നുണ്ടാകുന്ന അവയവങ്ങളുടെ ഉദാഹരണം എഴുതുക. കലകൾ ചേർന്നുണ്ടാകുന്ന ചില പ്രധാന അവയവങ്ങൾ ഏതൊക്കെയാണ്? ഹൃദയം, വൃക്ക, കരൾ, ആമാശയം, ശ്വാസകോശം. ഇനി കോശങ്ങൾ ചേർന്ന് ശരീരം ഉണ്ടാകുന്നതിൻ്റെ ക്രമം നമുക്ക് നോക്കാം. കോശം ഉണ്ടാകുന്നു.
കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു, കലകൾ ചേർന്ന് അവയവങ്ങൾ ഉണ്ടാകുന്നു, അവയവങ്ങൾ ചേർന്ന് അവയവ വ്യൂഹം, ഉദാഹരണത്തിന് ദഹന വ്യവസ്ഥ, അതേപോലെ തന്നെ രക്തചംക്രമണ വ്യവസ്ഥ. അവയവ വ്യൂഹങ്ങൾ ചേർന്ന് ജീവശരീരം ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ശരീരം ഉണ്ടാകുന്നത്. എങ്ങനെയൊക്കെയാണ്? കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു, കലകൾ ചേർന്ന് അവയവങ്ങൾ ഉണ്ടാകുന്നു, അവയവങ്ങൾ ചേർന്ന് അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നു, അവയവ വ്യവസ്ഥകൾ കൂടി ചേർന്ന് ഒരു ജീവി ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ചെറിയ കോശങ്ങളിൽ നിന്ന് ജീവിതയാത്ര തുടങ്ങിയ ഞാനാണല്ലേ എത്രയും വലുതായി തീർന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ കോശങ്ങളിൽ നിന്ന് ഒരു വലിയ ജീവി ഉണ്ടാകുന്ന വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. ഇനി ഇത് വിലയിരുത്താം നമുക്ക് നോക്കാം. കോശങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് ഏതാണ്? എല്ലാ കോശങ്ങളിലും കോശഭിത്തി ഉണ്ട്, തെറ്റല്ലേ? എല്ലാ കോശങ്ങളിലും കോശസ്തരമുണ്ട്, എല്ലാ കോശങ്ങളിലും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, എല്ലാ കോശങ്ങളിലും കോശദ്രവ്യമുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് തെറ്റ്? എയും സിയും തെറ്റാണ്. എന്താണ്? എയും സിയും തെറ്റാണ്. എന്താണ്? സസ്യകോശങ്ങളിൽ മാത്രമേ കോശഭിത്തി ഉള്ളൂ, ജന്തുകോശങ്ങളിൽ കോശഭിത്തി ഇല്ല. അതേപോലെ തന്നെ എല്ലാ കോശങ്ങളിലും ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്, അത് തെറ്റാണ്. സസ്യകോശത്തിൽ മാത്രമേ പ്രകാശ സംരക്ഷണത്തിന് സഹായിക്കുന്ന ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകം ഉള്ളൂ, ജന്തുകോശത്തിൽ ഇല്ല. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കൂ. സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്, ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ പ്രസ്താവനകളിൽ നിന്ന് എത്തിച്ചേരാവുന്ന നിഗമനം ഉണ്ട്. ജീവജാലങ്ങളുടെ കോശങ്ങളിൽ വൈവിധ്യമില്ല. എല്ലാ വസ്തുക്കളുടെയും നിർമ്മാണ ഘടകം കോശമാണ്. എല്ലാ ജീവജാലങ്ങളുടെയും നിർമ്മാണ ഘടകം കോശമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ശരിയായ ഉത്തരം എന്തെഴുതാം? മൂന്നാമത്തെ ഓപ്ഷനാണ് എല്ലാ ജീവജാലങ്ങളുടെയും നിർമ്മാണ ഘടകം കോശമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞതല്ലേ. ഇനി അടുത്ത ചോദ്യം എന്താണ്? അടുത്ത മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. തന്നിരിക്കുന്നവയെ ക്രമമായി എഴുതുക. അപ്പം നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കോശങ്ങൾ ചേർന്ന് കലകളാകുന്നു, കലകൾ ചേർന്ന് അവയവം ഉണ്ടാകുന്നു, അവയവങ്ങൾ കൂടി ചേർന്ന് അവയവ വ്യവസ്ഥ ഉണ്ടാകുന്നു, അവയവ വ്യവസ്ഥ കൂടി ചേർന്ന് എന്തുണ്ടാകുന്നു? ജീവി ഉണ്ടാകുന്നു. ഇനി നാലാമത്തെ ചോദ്യം, 4 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. നാലാമത്തെ ചോദ്യം, ഏകകോശ ജീവിയുടെ കോശം ചെറുതും ബഹുകോശ ജീവിയുടെ കോശം വലുതുമാണ്. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്ത്? ഇതൊരു പ്രധാനപ്പെട്ട ആശയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ചോദ്യങ്ങളും ഈ ഒരു ആശയവും ബന്ധപ്പെടുത്തി നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാ കോശങ്ങളുടെ അവയുടെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഒരു നിശ്ചിത വലിപ്പമുണ്ട്. കോശങ്ങളുടെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാകുമെങ്കിലും ഏകകോശ ജീവികളുടെ കോശങ്ങൾ ചെറുതും ബഹുകോശ ജീവികളുടേത് വലുതുമായിരിക്കും. കോശങ്ങളുടെ എണ്ണമാണ് ജീവികളുടെ വലിപ്പത്തെ നിർണ്ണയിക്കുന്നത്. എന്താണ്? ജീവികൾ തമ്മിലുള്ള വലിപ്പ വ്യത്യാസത്തിന് കാരണം എന്താണ്? കോശങ്ങളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം. ഇനി തുടർ പ്രവർത്തനമായിട്ട് കൊടുത്തിരിക്കുന്ന സസ്യഭാഗങ്ങളുടെ സ്ലൈഡുകൾ തയ്യാറാക്കി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക. അത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്ത് കാണാം. ഇനി അടുത്ത, റോബർട്ട് ഹൂക്ക് കോശചരിത്രം എന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലൈബ്രറി പുസ്തകത്തിൽ നിന്ന് ഇൻ്റർനെറ്റിൽ നിന്ന് ശേഖരിക്കൂ, കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അപ്പോൾ തുടർ പ്രവർത്തനമായിട്ട് നമുക്ക് റോബർട്ട് ഹൂക്കിനെ കുറിച്ച് ലളിതമായിട്ട് പറയാം. ജീവന്റെ അടിസ്ഥാന ഘടകമായ കോശത്തെക്കുറിച്ചുള്ള അറിവ് ആരംഭിക്കുന്നത് 1665 പ്രശസ്ത ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ റോബർട്ട് ഹൂക്ക് നടത്തിയ കണ്ടെത്തലിലൂടെയാണ്. റോബർട്ട് ഹൂക്ക് കണ്ടെത്തിയ എന്താണ്? റോബർട്ട് ഹൂക്ക് സ്വന്തമായി നിർമ്മിച്ച ഒരു സംയുക്ത മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് വൃക്ഷങ്ങളുടെ കാർക്ക് നിരീക്ഷിച്ചു. ആ നിരീക്ഷണത്തിലൂടെ അദ്ദേഹം തേനീച്ചക്കൂടുകളിലെ ചെറിയ അറകൾക്ക് സമാനമായി നിരവധി ചെറിയ അറകൾ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടു. ഈ കാർക്കിൽ അദ്ദേഹം തേനീച്ചക്കൂടുകൾ ചെറിയ അറകൾക്ക് സമാനമായ നിരവധി ചെറിയ അറകൾ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടു. ഈ ചെറിയ അറകളെ അദ്ദേഹം എന്താണ് വിളിച്ചത്? സെൽ. കോശം എന്നതിൻ്റെ ഇംഗ്ലീഷിലുള്ള വാക്കാണ് സെല്ല്. അപ്പോൾ റോബർട്ട് ഹൂക്ക് കണ്ടത് നിർജീവമായ, അതായത് ജീവനില്ലാത്ത കോശങ്ങളെ ആയിരുന്നു. ജീവനുള്ള കോശങ്ങളുടെ കണ്ടെത്തലിനും മറ്റു കോശാംഗങ്ങളുടെ പഠനത്തിനും ശേഷമാണ് ജീവശാസ്ത്രത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായത്. കോശ സിദ്ധാന്തം എംജസ് ലീഡ് സസ്യങ്ങളെക്കുറിച്ചും തിയോഡർ ഷാൻ ജന്തുക്കളെക്കുറിച്ച് എന്നീ ശാസ്ത്രജ്ഞർ ചേർന്ന് ആവിഷ്കരിച്ച കോശ സിദ്ധാന്തം ജീവശാസ്ത്രത്തിന് അടിത്തറയിട്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ തപ്പിയാൽ കിട്ടും. ഓക്കെ, താങ്ക് യു. എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട യൂണിറ്റ് ടെസ്റ്റ് പേപ്പറോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആൻസറോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.